الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل وسلم على عبدك ورسولك محمد النبي الأمي وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വ ഔസഅ മിനസ് സബ്ർ. ക്ഷമയേക്കാൾ മേന്മയേറിയതും വിശാലമായതുമായ ഒരു ഖൈറും ഒരു അടിമക്ക് നൽകപ്പെടുന്നില്ല എന്നാണ്. അഥവാ ഏറ്റവും ഖൈറായതും വിശാലമായതുമായ നന്മയാണ് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വജദ്നാ ഖൈറ ഐശിനാ ബിസ്സബ്ർ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ ക്ഷമയിലാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ക്ഷമ എന്നത് വളരെ വലിയ ഖൈറായ ഒരു കാര്യമാണ്. അത് മനുഷ്യനെ കരുത്തനാക്കി തീർക്കുന്നു, സ്വഭാവങ്ങളിൽ ഭംഗിയുള്ളവനാക്കി തീർക്കുന്നു, മഹനീയമായ പെരുമാറ്റത്തിൻ്റെ ഉടമയാക്കുന്നു. 1000 നന്മകൾ ക്ഷമയെന്ന ഒറ്റ സ്വഭാവത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വബശ്ശിരി സ്വാബിരീൻ. ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം. കാരണം ക്ഷമിക്കുന്നവർക്ക് സന്തോഷിക്കുവാൻ ഒരുപാട് വകുപ്പുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ ആവശ്യമാണ്. അല്ലാഹുവിൻ്റെ ഖളാഉകളിലും ഖദറുകളിലും ക്ഷമ ആവശ്യമാണ്. ഇത് മൂന്നും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ 3 അടിസ്ഥാന കാര്യങ്ങളാണ്. അതിന് ക്ഷമ അനിവാര്യമാണെങ്കിൽ അതിനുള്ള തൗഫീഖ് ലഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഖൈർ. അതുകൊണ്ടാണ് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അതിനു പുറമെ അതിനേക്കാൾ വലുതായുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. അല്ലാഹുവിന് ക്ഷമാലുക്കളെ വലിയ ഇഷ്ടമാണ്. അതിനേക്കാൾ വലുത് വേറെ എന്താണ് വേണ്ടത്? ക്ഷമിക്കുന്നവരോടാണ് അല്ലാഹുവിൻ്റെ ഇഷ്ടം. ഇനി അതിനേക്കാൾ മേലെ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അഥവാ അല്ലാഹുവിൻ്റെ സംരക്ഷണവും സഹായവും തൗഫീഖും നിരന്തരം ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയുണ്ടാകും. ഇനി അതിനേക്കാൾ മേലെയുള്ളതാണ് ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ക് നോക്കാതെ പ്രതിഫലം നൽകുന്നതാണ്. അളവറ്റ പ്രതിഫലം. എത്രയാണ് അതിൻ്റെ അളവ് എന്ന് പറയപ്പെട്ടിട്ടില്ല. അത്രയും പ്രതിഫലമാണ് ക്ഷമാലുക്കളായ ആളുകൾക്കുള്ളത് എന്നാണ്. ഇതെല്ലാം നമുക്ക് സന്തോഷത്തിൻ്റെ മേൽ സന്തോഷം വർദ്ധിക്കാനുള്ള വകുപ്പുകളാണ്. അതുകൊണ്ടാണ് ക്ഷമയുടെ മഹത്വം കണ്ടാണ് മഹാന്മാരായ അമ്പിയാക്കളും മുർസലീങ്ങളും ക്ഷമാലുക്കളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആ ക്ഷമയുടെ ഭംഗി അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഒട്ടനവധി പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുല്ലും മിനസ് സ്വാബിരീൻ, അവരൊക്കെ ക്ഷമാലുക്കളായിരുന്നു എന്നാണ്. വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു. നമ്മുടെ കൽപ്പനപ്രകാരം സത്യദീനിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരാക്കി പ്രവാചകന്മാരെ നാം തിരഞ്ഞെടുത്തു. എന്താ കാരണം? ലമ്മ സബറു,
അവർ ക്ഷമാലുക്കളായിരുന്നു എന്നാണ്. മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്കുകൾ എന്താണ്? ഫസബുറുൻ ജമീൽ, ഭംഗിയായ ക്ഷമ എന്നായിരുന്നു. മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കടുത്ത പരീക്ഷണത്തിന് അള്ളാഹു വിധേയമാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇന്ന വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു, അദ്ദേഹത്തെ നാം ക്ഷമാലുവായി കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് നിഅമൽ അബ്ദു, എത്ര നല്ല അടിമയാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം എന്താണ്? അദ്ദേഹം ക്ഷമാലുവായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ, അമ്പിയാക്കൾ ക്ഷമിച്ചതുപോലെ നബിയെ താങ്കളും ക്ഷമിക്കുക. ഫസ്ബിർ സബറൻ ജമീല, നബിയെ താങ്കൾ ഭംഗിയായി ക്ഷമിക്കുക എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തഖ്വ ആവശ്യമാണ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനും തഖ്വ ആവശ്യമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ ഒരാളെ സഹായിക്കുന്നത് ക്ഷമയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ തഖ്വയെയും ക്ഷമയെയും ചേർത്തു പറഞ്ഞത് കാണാം. വഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ആരാണോ ക്ഷമിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നത്, ആ സുഹൃതവാന്മാരുടെ പ്രതിഫലം അള്ളാഹു മുറിച്ചു കളയുന്നതല്ല. അതുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ ക്ഷമ ആവശ്യമാണ്. തഖ്വക്ക് വേണ്ടി അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയ റമളാൻ എന്ന മാസത്തെ ഷഹ്റുസ് സബർ, ക്ഷമയുടെ മാസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിക്കാനുള്ള കാരണവും ഈ ക്ഷമയും തഖ്വയും തമ്മിലുള്ള ബന്ധമാണ്. അതിനു പുറമെ വിശ്വാസികളുടെ പര്യായ പദമായി ക്ഷമാലുക്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാം പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലുള്ള പ്രയോഗമാണ് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് കാണാം ഇല്ലല്ലദീന സബറു വഅമിലുസ് സാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവുമുണ്ട്, വഅജ്റുൻ കബീറുൻ, വലിയ പ്രതിഫലമുണ്ട്. ഏതാണ് ഈ വലിയ പ്രതിഫലം എന്ന് പറയുന്നത്? സ്വർഗലോകമാണ്. അതുകൊണ്ടാണ് വിശ്വാസികൾ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെട്ടാൽ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, സ്വർഗത്തിൻ്റെ വാതിലുകളിലൂടെ ഇരച്ചു കയറിക്കൊണ്ട് മലക്കുകൾ വിശ്വാസികൾക്ക് സലാം പറയും. എന്നിട്ട് പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ട്. എന്താ കാരണം? ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ. ഫനിഅമ ഉഖ്ബദ്ദാർ, അതുകൊണ്ട് തന്നെ ഇതെത്ര നല്ല വീടാണ്. നമുക്കറിയാം ഒരാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഈമാൻ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കണം, അമാലുകളൊക്കെ ചെയ്യണം, ജീവിതത്തിൻ്റെ കടുത്ത പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്യണം. ഈ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരൊറ്റ വാക്കിലാണ് ഒതുക്കിയത്, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതിനാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസിയായിക്കൊണ്ടുള്ള മുഴുവൻ ജീവിതത്തിനും അനിവാര്യമായിട്ടുള്ളത് ക്ഷമയാണ് എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ക്ഷമാലുക്കളായി തീരുക. ഒരു കാര്യം കൂടി സാന്ദർഭികമായി ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഈ മഹനീയമായ അറിവുകൾ, സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചുമുള്ള അറിവുകൾ, ദീനിനെ സംബന്ധിച്ചുള്ള അറിവുകൾ, ക്ഷമയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ, അങ്ങനെ എല്ലാ അറിവുകളും, ഈ അറിവുകൾ നേടിയെടുക്കുന്നതിലാണ് ഏറ്റവും വലിയ ക്ഷമ വേണ്ടത്. വിശ്വാസികൾ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, താങ്കൾ വിജ്ഞാനം അന്വേഷിച്ചു വന്നതാണെങ്കിൽ ആദ്യം വേണ്ടത് ക്ഷമയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ, ഇൻഷാ അല്ലാഹ് എന്നെ ക്ഷമാലുവായി താങ്കൾക്ക് കണ്ടെത്താമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ ക്ഷമ വേണ്ടത് ദീന് പഠിക്കുന്ന കാര്യത്തിലാണ്. എന്നാൽ ആളുകൾക്ക് അതിൽ തീരെ ക്ഷമയില്ല. ദുനിയാവിൻ്റെ കാര്യത്തിൽ അവർ ഒരുപാട് സമയം ചെലവഴിക്കുന്നു. വിനോദങ്ങൾ കാണാനും ആസ്വദിക്കുവാനും അവർ ഒരുപാട് സമയം കണ്ടെത്തുന്നു. എന്നാൽ ഖുർആൻ പഠിക്കാൻ അവർ ക്ഷമിക്കുന്നില്ല, ഹദീസ് പഠിക്കാൻ അവർ ക്ഷമിക്കുന്നില്ല. ദീനീ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴേക്ക് അവർ അക്ഷമ കാണിക്കുകയാണ്. ക്ഷമകേട് കാണിക്കുന്നവർക്ക് എങ്ങനെയാണ് ദീന് പഠിക്കാൻ സാധിക്കുന്നത്? ദീന് പഠിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത്?
അതുകൊണ്ട് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ക്ഷമയെന്ന നന്മയിലാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജീവിതത്തിലെ ഏറ്റവും വലിയ ഖൈർ ക്ഷമയാണ്. അതാണ് പ്രവാചകനും പറഞ്ഞത്, ക്ഷമയേക്കാൾ മനോഹരമായതൊന്നും മനുഷ്യന് നൽകപ്പെടുന്നില്ല. അതുകൊണ്ട് ക്ഷമാലുക്കളാവുക, ക്ഷമ പരിശീലിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ക്ഷമിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ആ മയ്യത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ഖബറടത്തിൽ വന്ന് വല്ലാതെ കരയുന്നത് പ്രവാചകൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമിക്കുകയും വേണം. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തഖ്വ വസ്സബർ. അപ്പോൾ ആ സ്ത്രീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കറിയില്ല. അവർ പറഞ്ഞു, എന്നെ ബാധിച്ചത് താങ്കളെ ബാധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അത് അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു. ആ സ്ത്രീ ഓടി വന്നു നബിയുടെ അടുക്കിലേക്ക്, നബിയെ, എനിക്ക് ആളെ അറിഞ്ഞില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ തത്വമാണ് അപ്പോൾ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ സ്വബ്റു ഇൻദ സ്വദമത്തിൽ ഊല, ക്ഷമിക്കേണ്ടത് അതിൻ്റെ ആദ്യഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണം, ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പറയേണ്ടതെല്ലാം പറഞ്ഞും ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം ക്ഷമിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് അത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കാണണം. ഇന്നമ സ്വബ്റു ഇൻദ സ്വദമത്തിൽ ഊല, അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെയാണ് ക്ഷമ കാണിക്കേണ്ടത്. അതിന് പരിശീലനം ആവശ്യമാണ്, റബ്ബിൻ്റെ സഹായവും ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ക്ഷമക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസികളുടെ പ്രാർത്ഥന എന്താണ്? റബ്ബന അഫ്രിഗ അലൈനാ സബ്റാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ക്ഷമ വാരിക്കോരി നൽകണമേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം എന്താണ്? മാ ഉഅതിയ, നൽകപ്പെടുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ക്ഷമിക്കാനുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടണം? റബ്ബിൻ്റെ തൗഫീഖാണത്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു നേടിയെടുക്കണം. രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നത് ഫസബ്റുൻ ജമീൽ എന്നാണ്. ഭംഗിയായ ക്ഷമ. ഫസ്ബിർ സബ്റൻ ജമീല, ഭംഗിയായി ക്ഷമിക്കുക. ഫസ്ഫഹി സഫ്ഹൽ ജമീൽ, ഭംഗിയായി മാപ്പ് നൽകുക. അവിടങ്ങളിലെല്ലാം ഉപയോഗിച്ച പദം ജമീൽ എന്നാണ്, ഭംഗിയുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകൾ. മനുഷ്യരോടാണ് ദേഷ്യം പിടിച്ചതെങ്കിലും നല്ല വാക്കുകൾ കൊണ്ട് അതിന് മറുപടി പറയുക, ക്ഷമിക്കുക, മാപ്പ് നൽകുക. റബ്ബിൽ നിന്നുള്ളതാണെങ്കിൽ റബ്ബിനെക്കുറിച്ച് നല്ലത് മാത്രം കരുതുക, തെറ്റായത് ചിന്തിക്കാതിരിക്കുക, അവനിൽ തവക്കുലാക്കുക. ഇതിനാണ് ഭംഗിയായ ക്ഷമ എന്ന് പറയുന്നത്. മൂന്നാമത്തത്, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുക. ദുനിയാവല്ല ലക്ഷ്യമാക്കേണ്ടത്. ദുനിയാവ് ഉദ്ദേശിച്ച് ക്ഷമിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലദീന സബറു ബിതിഗാഅ വജ്ഹി റബ്ബിഹിം, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുക. റബ്ബിൻ്റെ പ്രതിഫലം തേടിക്കൊണ്ടായിരിക്കണം ക്ഷമിക്കേണ്ടത്, മറ്റ് ലക്ഷ്യങ്ങളുണ്ടാവരുത്. ഇത് മൂന്നും ഒത്തുവന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്നത് ക്ഷമയായി മാറും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅലം അന്ന ഫിസ്സബ്രി അലാ മാ തക്റഹു ഖൈറൻ കസീറാ ഫഇന്നൻ നസ്റ മഅസ് സബ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അറിയുക, പഠിക്കുക. പഠിക്കണം എന്നാണ് പറഞ്ഞത്. അലം, പഠിച്ചു വെച്ചോ. എന്താ പഠിക്കേണ്ടത്? നിങ്ങൾക്ക് പ്രയാസമുള്ള എന്തൊരു വിഷയം വന്നാലും അതിൽ നിങ്ങൾ ക്ഷമിച്ചാൽ അതിൽ ഖൈറൻ കസീറ, ധാരാളം ഖൈറുകളുണ്ട്, എണ്ണമറ്റ ഖൈറുകൾ ക്ഷമയിലുണ്ട്. ഇന്നൻ നസ്റ മഅസ് സബ്ർ, എല്ലാ സഹായവും ക്ഷമയുടെ കൂടെ മാത്രമാണ്. ക്ഷമിക്കുന്നവനാണ് റബ്ബിൻ്റെ സഹായം.
അതുകൊണ്ടാണ് മനുഷ്യർ നഷ്ടത്തിലായി പോവാതിരിക്കാൻ ക്ഷമ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖുർആനിലെ ചെറിയ അധ്യായമാണ് സൂറത്തുൽ ആസ്ർ. വൽ ആസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ. പരസ്പരം ഉപദേശിക്കുന്നതിൽ ഏറ്റവും ഖൈറായതാണ് ക്ഷമ കൊണ്ടുള്ള ഉപദേശം. ക്ഷമിക്കുക, ക്ഷമ പഠിപ്പിക്കുക, ക്ഷമയിൽ മുന്നേറുക, അതിൽ മികവ് കാണിക്കുക. എങ്കിൽ ഇരുലോകത്തും വിജയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അർഹമി ശൈഖ് സായിദ് വശൈഖ് മക്തൂം വശൈഖ് ഖലീഫ وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.